ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസൻ തന്നെയല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസനാ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. എന്നാ ഇത്? പണ്ട് വിശപ്പടക്കാൻ വേണ്ടിട്ട് രണ്ടുണ്ടം പോലെ ഒരു പാലും വെള്ളവും കടമായിട്ട് ചോദിച്ചപ്പോ മുണ്ടുപൊക്കി കാണിച്ചവനാണ് നീ. ആയിരത്തി ഗറാമി, നീ കാശ് എന്താണെന്ന് കണ്ടിട്ടുണ്ടാ? പേർഷ്യയില് പാല് വിൽക്കുന്ന ഷേക്കുമാര് പോലും എന്നോട് ഇമാതിരി പെരുമാറിയിട്ടില്ല. ഷേക്കുമാര് പാല് വിൽക്കുവോ? പിന്നെ കേട്ടിട്ടില്ലേ മിൽക്ക് ഷേക്ക്? എന്റെ അമ്മോ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അല്ലത്തും ആ പക്രുവ എന്ന് വെച്ചാ ദൈവത്തിന് നന്ദി. ഞാൻ ജോലി നോക്കിയിരുന്ന ഷേക്കിന്റെ പറമ്പിൽ ഒന്ന് കുളിക്കാൻ ഇത്ര വെള്ളം കിട്ടുമെന്ന് അറിയാൻ ഞാനൊന്ന് കുഴിച്ചു നോക്കിയതാ. അപ്പോഴാണ് ഷേക്കിന്റെ പറമ്പ് മുഴുവൻ എണ്ണപ്പാടോന്ന് അറിയുന്നത്. ആ ഷേക്കിന്ന് മറ്റേ എണ്ണ കമ്പനികളുള്ള ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ വിശ്വസ്ത മാനേജറായ എന്നെ അദ്ദേഹം 1,00,000 ബ്രഹ്മാക്കി മാറ്റി. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? താനാ സ്പ്രേയിങ് തന്നെ. നീ വെച്ചോ. പിന്നെ സ്പ്രേ അടിക്കുമ്പോ എവിടെയെങ്കിലും പിടിച്ചു നിന്നടിക്കണം, അല്ലെങ്കിൽ നീ പറന്നു പോകും. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസൻ. അസർബൈജാൻ. നിനക്കിഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. റോമിയോ എന്ന പേര് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ കാമുകനെന്ന് മാത്രം വിളിച്ചു. അവൻ താഴേക്ക് നോക്കി. കമലാസൻ അല്ലേ? നീ ആളൊന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. പളപള തിളങ്ങുന്ന ഷർട്ട്, കഴുത്തിന് സ്വർണ്ണ ചെയിൻ, പാട്ടുപെട്ടി. സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലേ കേൾക്കുന്നത്? സാംബശിവന്റെ കഥാപ്രസംഗം കൊണ്ടുവരാന്നുള്ളത് ഞങ്ങൾ പേർഷ്യക്കാരുടെ ഒരു ഹോബിയാണല്ലോ. അമ്മു, നീ അങ്ങ് വളർന്നു പോയല്ലോ. പറയുന്ന കേട്ടാ തോന്നും ചേട്ടൻ പോയിട്ട് വർഷങ്ങളായെന്ന്. എന്തായാലും പേർഷ്യക്കാരാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ. അജയന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നിട്ടും അവൻ മരിച്ച ഒരാഴ്ച കഴിയും മുമ്പ് വിസ വന്ന് പോകേണ്ടി വന്നു. പേർഷ്യ ചെന്നിട്ടും നിങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ മനസ്സറിയേ. ഇതാ ഇത് വെച്ച്. എന്താ ഇതൊക്കെ? ചേട്ടനൊരു ഉടുപ്പിന്റെ തുണിയും ഉടുക്കാൻ കയ്യിലും, അമ്മനൊരു സാരിയും സ്പ്രേയും അത്തറും മോത്തിടാൻ സ്നോയും. ഫാറിനൊന്നും കൊണ്ടുവന്നില്ലേ? സ്കോച്ചാ. ചേട്ടനുള്ള സ്കോച്ച് ഭദ്രമായിട്ട് എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കാശ് കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ ചെലവ് ചുരുക്കി ജീവിക്കാമായിരുന്നുവെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ പറ്റിയ ഒരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വരണം. സമയം വരുമ്പോ എല്ലാം ആലോചിച്ചല്ലേ പറ്റൂ. കാശ് സൂക്ഷിക്കാൻ ഭാര്യ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ പവിത്ര മുതലാളി പുതിയൊരു ബാങ്ക് തുടങ്ങുന്നുണ്ട്. പവിത്ര മുതലാളിയോ? ആരാണ്? ഈ കരയിലെ പുതിയ മുതലാളിയാ. ഞാനും മോളോട്ടൊക്കെ നല്ല ലോഹ്യത്തില. ചേട്ടന്റെ അത്ര പ്രായവും അമ്മുനെ പോലൊരു മോളുള്ള ആളായിരിക്കുമല്ലേ? അല്ലല്ല, ഇത് ചെറുപ്പം, നല്ല സുന്ദരൻ, കല്യാണം കഴിച്ചിട്ടില്ല. അയാള് ശരിയല്ല. നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ അയാൾ ഒരു ബ്ലേഡ് കമ്പനിയല്ലേ തുടങ്ങാൻ പോകുന്നത്. അത് ഹറാമാണ്. നിങ്ങൾക്കറിയാമോ, പണ്ടൊരു അറബി ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന്റെ നാണക്കേടില്ല ഇപ്പോഴും അറബികൾ തലവഴി മുണ്ടിട്ട് നടക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ അയാളെ നേരിട്ട് കണ്ടതിന് ശേഷം പറഞ്ഞു തരാം.